and make sure you tell the name, like who is presenting. Okay, you can start presenting. ഞങ്ങളുടെ ടോപ്പിക് wall cladding ആയിരുന്നു. So ഞാൻ ശ്രീപ്രിയാണ് Okay. present ചെയ്യുന്നത്. Cladding means it is a non-structural element that is supported from a primary structure using a structural frame. ഇപ്പോൾ cladding എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾസിന് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ കൊടുക്കുന്ന സംഭവങ്ങളാണ്. അത് സ്ട്രക്ചറൽ ലോഡ്സ് എടുക്കുന്നില്ല. ഇറ്റ് ഓൺലി സപ്പോർട്ട്സ് ഇറ്റ്സ് ഓൺ വെയിറ്റ് ആൻഡ് ഓൾസോ ഇമ്പോസ്ഡ് എൻവയറമെന്റൽ ലോഡ് ലൈക്ക് വിൻഡ്, സ്നോ അങ്ങനെയൊക്കെ. പിന്നെ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു പ്രൊവൈഡ് എക്സ്റ്റേണൽ എൻക്ലോസിംഗ് വാൾസ് കേപ്പബിൾ ഓഫ് സ്പാനിങ് ബിറ്റ്വീൻ 2 points സപ്പോർട്ട്. പിന്നെ അതിന് കിട്ടുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും ആണ്. പിന്നെ ഫങ്ഷണൽ പെർഫോമൻസ് പറയുകയാണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി, വെതർ പ്രൊട്ടക്ഷൻ, thermal insulation, durability, fire resistance, noise resistance ഒക്കെയാണ്. പിന്നെ നമ്മൾ വാൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ഓഫ് ദ സ്കിൻ, ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ സ്കിൻ അല്ലെങ്കിൽ എൻവലപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോയ്സ്ചർ ബാരിയർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഫങ്ഷണൽ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് റെയിൻ, വിൻഡ്, സ്നോ ആൻഡ് അതർ ഔട്ട്സൈഡ് എലമെന്റ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വാൾ ക്ലാഡിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് സൗണ്ട് ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലേഷൻ ആയിട്ടും ആക്ട് ചെയ്യും. മെയിൻ കമ്പോണൻസ് പറയുകയാണെങ്കിൽ ഇൻസുലേഷൻ, അത് ഇറ്റ് സാൻഡ്വിച്ച്ഡ് ഇൻ ടു പാനൽസ് ഓർ ആഡഡ് ഇൻ ദ ഫോം ഓഫ് ബാറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, റിജിഡ് ബോർഡ്സ് ഓർ ഫിൽസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ജിപ്സം ബോർഡ്. പിന്നെ ജോയിന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ പാനലൈസ് സിസ്റ്റത്തിന്റെ കേസ് ഓഫ് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, മൂവ്മെന്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്റേണൽ ഡ്രെയിനേജ്, അതായത് എയർ ഗ്യാപ്സിന് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ കൊടുത്തിട്ട് വാട്ടർ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇന്റീരിയർ ഫിനിഷസ്, അതായത് ആർക്കിടെക്ചറൽ ട്രീറ്റ്മെന്റ് അപ്ലൈഡ് ടു ഇന്റീരിയർ ഫേസ് ഓഫ് സപ്പോർട്ടിംഗ് ഫ്രെയിം ആണ്. പിന്നെ സപ്പോർട്ട് ഫ്രെയിമിംഗ് എന്ന് പറയുന്നതാണ് മെറ്റീരിയലിന്റെ എക്സ്റ്റീരിയർ ബിൽഡിംഗ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അതാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്ട്രക്ചറൽ ഫ്രെയിമിലേക്ക്. പിന്നെ മെത്തേഡ്സ് ഓഫ് ക്ലാഡിംഗ് മെയിൻലി 4 എണ്ണമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് ഡയറക്റ്റ് എഡ്ഹേർഡ്. അത് മോസ്റ്റ് കോമൺലി യൂസ് മെത്തേഡ് ആണ്. പിന്നെ തിന്നർ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഡ്രില്ലിംഗ് ഒന്നും ആവശ്യമില്ല. പിന്നെ സ്പോട്ട് ബോണ്ടിങ്, ഇത് ഡയറക്റ്റ് എഡ്ഹേർഡ് ആയിട്ട് കുറച്ച് സിമിലർ ആണ്. പിന്നെ അതിനിടയ്ക്ക് പോക്കറ്റ്സ് ഉണ്ടാവും, അത് വാട്ടർ സ്റ്റെയിനിങ് ഒക്കെ പ്രിവെന്റ് ചെയ്യും. പിന്നെ തേർഡ് മെത്തേഡ് ആണ് മെക്കാനിക്കൽ ബോണ്ടിങ്, അത് ഫിക്സ്ഡ് ആൻഡ് എംബഡഡ് ആങ്കേഴ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റോണിനൊക്കെ സർഫസിലേക്ക് അറ്റാച്ച് ചെയ്ത് നിർത്തുക ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് മെത്തേഡ് ആണ് അലൂമിനിയം ആൻഡ് സ്റ്റീൽ ബാക്കിംഗ്. അതിൽ നമ്മൾ അലൂമിനിയം പാനൽസ് ആർ ഷേപ്ഡ് ടു ഫിറ്റ് ദ പ്രോജക്ട് പെർഫെക്റ്റ്ലി. റണ്ണർ ക്ലിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ വാളിലേക്ക് അദർ ചെയ്യുന്നത്. പറയുന്ന മെയിൻ ടൈപ്സ് ആണ് ഇന്റീരിയറിന് എക്സ്റ്റീരിയറിന് ഉപയോഗിക്കുന്നത്. ഇന്റീരിയറിന് നമ്മൾ ടിമ്പർ, PVC, സ്റ്റോൺ, ബാക്ക് പെയിന്റഡ് ഗ്ലാസ്, സെറാമിക് ആൻഡ് വാൾപേപ്പർ ക്ലാഡിംഗ് ആണ് ചെയ്യുന്നത്. എക്സ്റ്റീരിയറിന് ടെറാക്കോട്ട ക്ലാഡിംഗ്, സ്റ്റോൺ, മെറ്റൽ, സ്റ്റിക്ക് ഫ്രെയിം, കർട്ടൻ വാൾ, ഫൈബർ സിമെന്റ്, ബ്രിക്ക് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റലേഷൻ സിസ്റ്റംസ് പറയുകയാണെങ്കിൽ 3 ടൈപ്പാണുള്ളത്: അറ്റാച്ച്ഡ്, കർട്ടൻ വാൾ ആൻഡ് ഇൻഫിൽ സിസ്റ്റം. പിന്നെ ഇതിൽ വരുന്ന മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോ മെയിൻ്റനൻസ് മതി, പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും, വെതർ എലമെന്റ്സിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, നോയ്സ് ആൻഡ് ഹീറ്റ് കൺട്രോൾ, ലൈറ്റ് വെയിറ്റ് ആൻഡ് എസ്തെറ്റിക് അപ്പീലാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആണ് നോർമൽ പെയിന്റിനെക്കാട്ടും. പിന്നെ ടൈമിൽ നമുക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെൻസ് ടു ഫോൾ ഓഫ്. പിന്നെ ഇൻസ്റ്റലേഷൻ ടൈം സർഫസ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. പിന്നെ മെയിൻ ടൈപ്സ് ഓഫ് വാൾ ക്ലാഡിംഗ് ആണിത്. നെക്സ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഓരോന്നിന്റെ. ഹലോ, ഞാൻ ശ്രീലക്ഷ്മിയാണ്. പിന്നെ അടുത്തത് വരുന്നത് സ്റ്റോൺ ക്ലാഡിംഗ്. സ്റ്റോൺ ക്ലാഡിങ്ങിലെ ടൈപ്പ് തന്നെ. സ്റ്റോൺ ക്ലാഡിംഗ് ഏറ്റവും നാച്ചുറലും ഫ്രഷ് ലുക്കിംഗ് ആയിട്ടുള്ള ക്ലാഡിംഗ് ആയിട്ടാണ് പറയുന്നത്. അത് കോൺക്രീറ്റ് ആയാലും സ്റ്റീൽ ഉള്ള സർഫസ് ആയാലും അതിന്റെ മേലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ സ്റ്റോൺ ക്ലാഡിങ്ങിന് ഒരു കോൺക്രീറ്റ് ബേസ് ഉണ്ട്, അത് അതിന്റെ ഇൻസ്റ്റലേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റോൺ ക്ലാഡിംഗ് മെയിൻലി യൂസ് ചെയ്യുന്നത് ലിവിംഗ് റൂംസിലും ഇൻഡോർ ഗാർഡൻസ്, ബാത്റൂം വാൾസിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ വരുന്നത് ഇതിന്റെ നാച്ചുറലും പിന്നെ ഫ്രഷ് ലുക്കിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ എക്സ്ട്രീംലി ഡ്യൂറബിൾ ആൻഡ് ലോങ് ലൈഫ് സ്പാൻ and extensive range of stone types, colors and formats are available.
പിന്നെ വരുന്നത് provides high level of insulation and therefore keeps heating and cooling costs down and used for variety of applications indoor and outdoor, and it is highly weather resistant and fire resistant and can be scratch and abrasion resistant, and it is easy to maintain in long term. പിന്നെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത് ഇറ്റ് റിക്വയർസ് എ സ്ട്രക്ചറൽ സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇതിങ്ങനെ ആവശ്യം വരുന്നുണ്ട് അതിന്റെ ഇതിന് ബിൽഡ് ചെയ്യാനുള്ള എക്സ്ട്രാ കോസ്റ്റ് വരും, ആൻഡ് can be labor intensive and time consuming to install, a more expensive material than some other cladding products, and need to be sealed for protection. And the use of stone cleaning products may damage the surface and can trap moisture behind the material if poorly installed, which therefore could damage the stone. And next. Hello. Cyprian, next slide. പിന്നെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആണ് വരുന്നത്. അതില് അല്ല അതിന്റെ മുന്നത്തെ ബ്ലൂ സ്റ്റോൺ മെറ്റീരിയൽസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ വരുന്നത് ബ്ലൂ സ്റ്റോൺ ആണ്. ബ്ലൂ സ്റ്റോൺ എന്ന് പറയുന്നത് ബിൽഡിംഗ് സ്റ്റോൺസ് മെറ്റീരിയൽ വെറൈറ്റിനെയാണ് പറയുന്നത്. ബ്ലൂ കളറിൽ വരുന്ന എല്ലാ സ്റ്റോൺസിനും ബ്ലൂ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് ബസാൾട്ട് ആൻഡ് ലൈം സ്റ്റോൺ. ഈ കാറ്റഗറിയിൽ 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലൂ ടിൻഡഡ് സ്റ്റോൺസ് വരും. പിന്നെ അടുത്തത് വരുന്നത് നെക്സ്റ്റ് സ്ലൈഡ് ബസാൾട്ട് ആണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ഗ്രേ വോൾക്കാനിക് സ്റ്റോൺ ആണ്, suitable for both interior and exterior wall cladding applications. And basalt appears to be very fine-grained and is the most common type of volcanic rock used throughout architecture. And one notable quality of basalt is that it possesses extremely high insulating capacities. പിന്നെ അടുത്തത് വരുന്നത് ഗ്രാനൈറ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. And granite is made of coarse grain stone made of interlocking crystals, and it is one of the mostly widely used stone in the world, and extremely poor building material for both popular building material for both interior and exterior cladding applications. And granite is known for its durability and permanence of its color and texture. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് വരുന്നത് ജെറുസലേം സ്റ്റോൺ ആണ്. ജെറുസലേം സ്റ്റോൺ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്റ്റോൺ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം pale form of limestone and dolomite, and this type of stone is extremely dense and far more resistant to weathering than other limestones, and as a result Jerusalem stone is very common as an exterior cladding material. പിന്നെ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് വരുന്നത് ലൈംസ്റ്റോൺ ആണ്. ലൈംസ്റ്റോൺ ഈസ് known for its aesthetic diversity and flexibility. In color, limestone ranges from pure white beiges to subtle browns with hints of blue. And in texture, limestone ranges from creamy and soft to chunky and harshly veined. Limestone is a great option for building faces because it can be curved and shaped relatively easily than other cladding materials. അടുത്ത slide. അടുത്ത മെറ്റീരിയൽ വരുന്നത് മാർബിൾ ആണ്. മാർബിൾ is created by metamorphic process of sedimentary rocks, and the presence of minerals such as slate, clay, mica, graphite, and magnesium silicates or iron oxide among others will influence its final color. And there are finishes such as sand, basalted or flame that are non-slip and ideal for exterior. പിന്നെ ഹോൺഡ് ആൻഡ് പോളിഷ്ഡ് ഫിനിഷസിലും അവൈലബിൾ ആണ്, where the porosity is being reduced to the minimum expression, and it have a fine and very smooth surface. Depending on the design requirements, we can also use the aged finishes or the textures for marble and natural stones. പിന്നെ അടുത്ത മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് സ്ലൈഡ് സ്ലേറ്റ് ആണ്. And slate is the fine grained metamorphic stone that is considered to be the optimal building material for both interior and exterior cladding.
And due to its elegant and sophisticated appearance and high durability, excellent water resistant and low maintenance, slate has become a standout architecture element in modern design. അടുത്തത് വരുന്ന ടൈൽ ക്ലാഡിങ്സ് ആണ്. സർ ശ്രീപ്രിയ ആണ്. സർ ശ്രീപ്രിയ അഗൈൻ പ്രസന്റിംഗ് ആണ്. രണ്ട് ശ്രീപ്രിയ പ്രസന്റ് ചെയ്തില്ല ഇപ്പൊ? ഇല്ല, നേരത്തെ ശ്രീലക്ഷ്മിയാ, അതിനു മുന്നത്തെ ശ്രീപ്രിയ പിയാ. ഫൈൻ ഫൈൻ, ഓക്കെ. ടൈൽ ക്ലാഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആദ്യം ബാബിലിയോൺസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് ഗ്ലേസ്ഡ് സെറാമിക് വാൾ ക്ലാഡിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു ഏർലി 20th സെഞ്ചുറി ആയപ്പോഴത്തേക്കിനും സെറാമിക് ഫസാഡ്സ് വീണ്ടും പോപ്പുലർ ആയി. അവര് യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ്സ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ പല ടൈപ്പ്, അതായത് ഗ്രാനൈറ്റ് ടൈൽസും അങ്ങനെ ഗ്ലാസ് ടൈൽസും അങ്ങനത്തെ പല ടൈൽസുകൾ പിന്നെ വരാൻ തുടങ്ങി. നെക്സ്റ്റ് പേജ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈൽ ക്ലാഡിംഗ്. വെന്റിലേറ്റഡ് ഫസാഡ് ടൈൽ ആണ് ആദ്യത്തത്. അപ്പൊ വെന്റിലേറ്റഡ് ഫസാഡ് ടൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ എനർജി കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ആണ്. പിന്നെ അവര് UV ആൻഡ് ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അത് കൂടാതെ തന്നെ അവര് ഡിക്രീസ്ഡ് റിസ്ക് ഓഫ് ക്രാക്കിംഗ് ആൻഡ് സെപ്പറേഷൻ ഫ്രം ദ സ്ട്രക്ചർ. പിന്നെ ഈസ് ഓഫ് ഫിറ്റിംഗ് ആൻഡ് സപ്പോർട്ട്. പിന്നെ സെൽഫ് ക്ലീനിങ് ആണ്. പിന്നെ ദ കപ്പാസിറ്റി ടു ഗെയിൻ ആക്സസ് ടു ഈച്ച് ടൈൽ ഓർ സ്ലാബ്. നെക്സ്റ്റ്. അടുത്തത് സെറാമിക് റെയിൻ സ്ക്രീൻ ക്ലാഡിംഗ് ആണ്. ഇതിപ്പം ടെറാക്കോട്ടയും ഉണ്ട്, സെറാമിക് ടൈൽസും ഉണ്ട്. അപ്പം ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് UK റൂൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു സ്പെസിഫിക് കണ്ടീഷന് വേണ്ടിയാണ് ഈ ടൈൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മെയിൻ പേര് പോലെ തന്നെ റെയിൻ സ്ക്രീനിങ് ആണ്. മോയ്സ്ചർ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ സെറാമിക് റെയിൻ സ്ക്രീൻ ക്ലാഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന്റെ സൈസും തിക്നെസ്സും ആണ് താഴത്തെ ടേബിളിൽ. നെക്സ്റ്റ്. ക്ലേ ടൈൽ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റും ഫ്ലെക്സിബിളും പിന്നെ വേരിയബിൾ ടൈപ്സും കിട്ടുന്ന ഒരു ടൈലാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോർ സെറാമിക് ടൈൽ ക്ലാഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ ഇവർ എക്കണോമിക്കലി നമുക്ക് എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ളതും പിന്നെ വൈഡ് റേഞ്ചും പിന്നെ ഐഡിയൽ ഫസാഡും കിട്ടുന്ന ഒരു ടൈൽ ക്ലാഡിംഗ് ആണ്. അടുത്ത ഗ്ലാസ് മൊസൈക് ടൈൽസ്. അപ്പം ഗ്ലാസ് കൊണ്ടായിരിക്കും എന്തായാലും. പിന്നെ സർഫസ് ഹാർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മോൾട്ടൺ മിക്സിങ്ങിലേക്ക് കളറിന്റെ ഓക്സൈഡ്സ് ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്. റിബ്ബോർഡ് മൗണ്ട് ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ വുഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത ഹൗസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈൽസ് ആണ്. ഇപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഡ്രൈ ടൈപ്പ് ഇൻസ്റ്റാളേഷൻ പ്രോസസ് ആണ്. പിന്നെ അധികം സ്കിൽഡ് വർക്കേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. മാനേജ്ഡ് ഓൺ സ്റ്റീൽ ആൻഡ് ടിംബർ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. പിന്നെ ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ആയിരിക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അഫോർഡബിൾ ആണ്. അതായത് 25 per square foot ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അത് ടെക്സ്ചറിലും കളറിലും അങ്ങനെ എന്തെടുത്താലും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്ര വെറൈറ്റീസ് ഉണ്ട്. നെക്സ്റ്റ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവര് എന്താ പറയാ ക്ലാഡിംഗ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് ഇപ്പം മാർബിള് ഒരു 500 square feet ഉള്ള റൂമില് അല്ലെങ്കിൽ ഒരു സ്പേസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 weeks എടുക്കും. പക്ഷെ അവിടെ ടൈൽ ക്ലാഡിംഗ് ചെയ്യാനായിട്ട് 4 or 5 അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും ടൈം എടുക്കുക. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റും കൂടാതെ തന്നെ മെറ്റീരിയലിന്റെ വേസ്റ്റേജും നമുക്ക് കുറയ്ക്കാം. പിന്നെ ക്ലീനിങ്, സെൽഫ് ക്ലീനിങ് ആണെന്ന് പറഞ്ഞു. ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്ത വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് കിച്ചണിലും ബാത്റൂമിലും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, ഫ്രജൈൽ ആണ്. അതായത് ഇപ്പം ഫ്ലോറിൽ ഒരു ടൈല് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എൻറ്റയർ എന്താ പറയുക ടൈല് മാറ്റണം അവിടുത്തെ, എന്നിട്ട് പുതിയത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്.
ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഡേർട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്ലിപ്പറി ആണ്, അതായത് വാട്ടർ അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഇരിക്കും. പിന്നെ ഹാർഡ് സർഫസും കോൾഡ് സർഫസും. ഷഫാഫാണ് പ്രസന്റ് ചെയ്യുന്നത്. മെറ്റൽ ക്ലാഡിംഗ് ആണ് പിന്നെ ടോപ്പിക്. അപ്പോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് മെറ്റൽ ക്ലാഡിങ്സ്. അത് മോസ്റ്റ്ലി ഇൻഡസ്ട്രി ആണെങ്കിലും എന്തെങ്കിലും ഒരു ക്വിക്ക് ടൈമിൽ ഉണ്ടാക്കാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് സ്ട്രക്ചർ കൊടുത്തിട്ട് അതിനെ മെറ്റൽ ക്ലാഡിംഗ് വെച്ച് ഭംഗിയാക്കുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. മെറ്റൽ ക്ലാഡിംഗ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാനുള്ള ഒരു കാരണം അത് വളരെ ലോ കോസ്റ്റ് ആണ്, അത് വളരെ നല്ല എസ്തെറ്റിക് സെൻസ് തരാൻ കഴിയും, ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെ അത് വളരെ വൈഡ് റേഞ്ചിൽ വളരെ വെർസറ്റൈൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം. പല ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, പിന്നെ വളരെ സസ്റ്റൈനബിളും ആണ് സംഭവം. നമുക്ക് ഒരുപാട് കാലം ഈട് നിൽക്കും, അത് റീസൈക്ലബിൾ ആണ്, അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസും വരുന്നുണ്ട്, അതേപോലെ ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട്. നെക്സ്റ്റ് പേജ്. ടൈപ്സിൽ വരുന്നത് അലുമിനിയം ക്ലാഡിംഗ് വരുന്നുണ്ട്, കോപ്പർ ക്ലാഡിംഗ് വരുന്നുണ്ട്, ബ്രാസ് ക്ലാഡിംഗ് വരുന്നുണ്ട്, ബ്രോൺസ്, സിങ്ക്, സ്റ്റീല്, ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പല അലോയ്സിലും ഈ സംഭവം വരുന്നുണ്ട്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ അതിൽ ഡ്യൂറബിലിറ്റി, ഈസി ടു ഇൻസ്റ്റാൾ, വെർസറ്റാലിറ്റി, വെറൈറ്റി ഓഫ് ചോയ്സസ്, ഹൈലി സസ്റ്റൈനബിൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മെറ്റൽ ക്ലാഡിംഗ് എന്ന് പറയുന്നത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ, അത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഈട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ഹാർഡ് സർഫസ് ആയതുകൊണ്ട് തന്നെ അത് അത്ര ഡാമേജ് പെട്ടെന്ന് വരത്തില്ല. പിന്നെ മെറ്റൽ ക്ലാഡിങ്സ് ആർ റെസിസ്റ്റന്റ് ടു കൊറോഷനും വാട്ടർ ഡാമേജും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും, ഒന്ന് കുറച്ചൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇന്റീരിയർ പർപ്പസിലും എക്സ്റ്റീരിയർ പർപ്പസിലും ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ലൈഫ് സ്പാൻ ഇച്ചിരി കൂടുതലാണ്. ഈസി ടു ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലേബറിന്റെ ഇതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ടെക്നിക്സ് വളരെ എളുപ്പമാണ്. നമുക്ക് പാനൽസ് ആയിട്ട് അല്ലെങ്കിൽ ബാർസ് ആയിട്ടൊക്കെ ആയിരിക്കും ഇത് അധികം വരിക, അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ലേബറിന്റെ ആവശ്യമില്ല, ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ട്രാൻസ്പോർട്ടേഷനും ഒരു പരിധി വരെയൊക്കെ എളുപ്പമാണ്. വെർസറ്റാലിറ്റി പറയുമ്പോൾ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും നമുക്കിത് യൂസ് ചെയ്യാം, ഒരുപാട് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. വെറൈറ്റി ഓഫ് ചോയ്സസ് പറയുമ്പോൾ ഇത് പല സ്റ്റെയിൻസിൽ വരുന്നുണ്ട്, സ്റ്റൈൽസിൽ വരുന്നുണ്ട്, പാനൽസ് ആയിട്ട് വരുന്നുണ്ട്, പ്രൊഫൈൽസ് ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറെ ഇതിൽ വരുന്നുണ്ട്, കളേഴ്സ് ടെക്സ്ചേഴ്സിൽ വരുന്നുണ്ട്, ഷേപ്പ് സൈസിലൊക്കെ വരുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ all the variants of metal claddings are quite eco-friendly and can be easily recycled. Using the metal cladding gives you an opportunity to reduce the number of carbon footprints in the environment. It helps in contributing to sustainability and environment. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുമ്പോൾ ബാക്കിയുള്ള മേസൺറി, അതിന്റെ ചെലവ്, അതിന്റെ ലേബർ കോസ്റ്റ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെറ്റൽ ക്ലാഡിംഗ് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ റസ്റ്റിംഗ് ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്തില്ല, കോട്ട് ചെയ്തില്ല എന്നൊക്കെ വരികയാണെങ്കിൽ ഇതിന് റസ്റ്റിങ്ങും കൊറോഷനൊക്കെ സംഭവിക്കും. ക്ലാഡിംഗ് ഷീറ്റ്സ് ആർ കോട്ടഡ് when they are manufactured to protect them from the elements. When these sheets are cut to size, the edges are recoated, leaving them exposed over time. The edges of the cladding sheets are likely to rust. This can lead to leaks and eventually lead to cladding panels needing to be replaced. പിന്നെ ഈ സൂര്യൻ അടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്, അതിന് ഫോട്ടോ ഡീഗ്രഡേഷൻ എന്നാ പറയാ. യു വി ലൈറ്റ് ഒക്കെ ഒരുപാട് നേരം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളറൊക്കെ മങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചോക്കിംഗ്, പെയിന്റ് നാച്ചുറലി ആൻഡ് ലിറ്ററലി വെയേഴ്സ് അവേ, അതാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെയിന്റ് ഡിഗ്രേഡ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ്. അപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ്, കോട്ടിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് കാലം നിൽക്കും, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകിപ്പോരും. Delamination എന്ന് പറയുമ്പോൾ when the durability of the latest generation of plastisol cladding has improved, aging and weathering will still cause it to deteriorate over time. Moisture can seep in and create rust, which can split the top polyester layer from the metal of the cladding. മോയ്സ്ചർ, ഈർപ്പം വന്നു വരുന്ന സമയത്ത് അതിന്റെ മുകളിലത്തെ പോളിസ്റ്റർ ലെയർ ഒക്കെ ഇളകി പോരും പറയുന്നത്. നെക്സ്റ്റ് അലുമിനിയം ക്ലാഡിംഗ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെറ്റൽ ക്ലാഡിംഗ് ആണ് അലുമിനിയം ക്ലാഡിംഗ്. നമുക്കറിയാം അലുമിനിയം കോമ്പോസിറ്റ് പാനൽസ് ആയിട്ടാണ് അത് വരുന്നത്. Aluminum is most often chosen as optimal material for building cladding for economical, functional and aesthetical reasons. The cladding comes in wide range of
different cladding panels that virtually enable every building shape and form. പിന്നെ ഒരുപാട് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരെ അലുമിനിയം ക്ലാഡിങ്ങിന്റെ ഫസാഡ് വരുന്നുണ്ട്. Majority of aluminum cladding for the building industry is pre-coated in coil prior to cladding panel manufacturing. അപ്പൊ ആദ്യം ഇതിനൊരു നമുക്കിത് വരുന്നത് ഈ ഒരു അലുമിനിയം ഒരു കോർ ഉണ്ടാവും, അലുമിനിയം അല്ലാത്തൊരു കോർ ഉണ്ടാവും സെൻട്രൽ. ഇതും പിന്നെ രണ്ട് സൈഡിലും അലുമിനിയം ഷീറ്റ്സ് വരും. ഇതിന്റെ പുറത്ത് ഒരു കോട്ടിങ്ങും കൂടെ, ഒരു കോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കോട്ടിംഗ് കൂടെ വന്നിട്ടാണ് അലുമിനിയം ഇത് വരുന്നത്. ഇതിനൊക്കെ കൂടെ പറഞ്ഞ പേരാണ് അലുമിനിയം കോമ്പോസിറ്റ് മെറ്റീരിയൽ. അപ്പൊ അതാണ് ഈ കാണുന്ന പിക്ചറാണ് മെയിൻ ആയിട്ട് അലുമിനിയം ഷീറ്റ് പാനലിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ വരുന്നതാണ് കോപ്പർ ക്ലാഡിംഗ്. നമുക്കൊരു ബ്രൗൺ അപ്പിയറൻസ്, ഒരു ബ്രൗണിഷ് അപ്പിയറൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ കോപ്പർ ക്ലാഡിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. കോപ്പർ ക്ലാഡിംഗ് ഈസ് വെരി ഡ്യൂറബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ് കമ്പയർഡ് ടു അതർ മെറ്റീരിയൽസ് ആൻഡ് ടെക്നിക്സ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബിൽഡിംഗ് ലൈഫ് ഈസ് ഓൾസോ 100% റീസൈക്ലബിൾ ആണ്. Depending on metal prices, copper may be a very cost-effective cladding and roofing material with good building design, materials choices, and craftsmanship. Copper roofing or facade cladding may be cheaper than slates or concrete tiles. Copper comparably cheaper ആണെന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ കളർ ലോങ് ലാസ്റ്റിംഗ്, especially when one takes into the lasting color, durability, maintenance free, lightweight nature of the cladding. അതുകൊണ്ട് കോപ്പറിന്റെ ഇതാണ് ഇപ്പൊ പറഞ്ഞത്. 100% റീസൈക്ലബിൾ ആണ് കോപ്പർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാഡിംഗ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മളെല്ലാവരും അറിയാം, നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ഒരു തന്നെ. ഇൻഡസ്ട്രീസിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുക. ഭയങ്കര ഹാർഡായിരിക്കും, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ്, പെട്ടെന്നൊന്നും ഡാമേജ് വരില്ല. എത്ര വലിയ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ താങ്ങി നിൽക്കാനുള്ള ഒരു ശേഷിയുണ്ട്. Stainless steel cladding performs exactly the same function as most of other type cladding. This is to protect the inside or outside of the building, but stainless steel has added advantage of being extremely attractive. അപ്പൊ അതിന്റെ ഒരു ഭംഗി അതിനെ വളരെയായിട്ട് പോപ്പുലർ ആക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റുന്ന സംഭവങ്ങളാണിത്. ജസ്റ്റ് ഒരു ഫ്രെയിം കൊടുത്തിട്ട് അതിൽ ക്ലാഡിങ് ചെയ്ത് കൊടുത്താൽ മതി. Many reasons that the stainless steel is great choice, although of course ultimately it doesn't depend on whether the material is suited to your application and your client's budget. Here are some of the reasons. Okay, next page. പിന്നെ വരുന്ന ഇതുപോലത്തെ വരുന്ന തന്നെയാണ് സിങ്ക് ക്ലാഡിംഗ്, ബ്രോൺസ് ക്ലാഡിംഗ്, ബ്രാസ് ക്ലാഡിംഗ്. ഇതൊക്കെ ഡിഫറെന്റ് അലോയ്സ് വരുന്നുണ്ട്. ബ്രാസും ബ്രോൺസും നമുക്കറിയാം. അപ്പൊ അതൊക്കെ അതിന്റെ ആംബിയൻസ് എങ്ങനെയാണ്, എവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു അനുസരിച്ചൊക്കെ അത് സെലക്ട് ചെയ്യും ഡിസൈനർ. അടുത്തത് സ്റ്റക്കോ ഫിനിഷ് ആണ് വരുന്നത്. ഹലോ സർ, ഞാൻ ശ്രീലക്ഷ്മിയാണ് പ്രസന്റ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റക്കോ ഫിനിഷ് ആണ്. ഇറ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മെയ്ഡ് ഓഫ് അഗ്രിഗേറ്റ്സ്, ബൈൻഡർ ആൻഡ് വാട്ടർ. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഒരു എക്സ്റ്റീരിയർ ഫിനിഷ് ആയിട്ടാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത് വെറ്റായിട്ട് അത് അപ്ലൈ ചെയ്ത ശേഷം ഇറ്റ് ഹാർഡൻസ് ടു എ വെരി ഡെൻസ് സോളിഡ്. So it's used as a decorative coating for walls, ceilings, external building sidings, and as a sculptural or artistic material in architecture. ഇത് യൂസ് ചെയ്യുന്നത് യൂഷ്വലി ലെസ് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സച്ച് എസ് മെറ്റൽ, കോൺക്രീറ്റ്, സിൻഡർ ബ്ലോക്സ്, ഫേബ്രിക് ഓർ അഡോബ്. ഇതിന്റെ ബേസിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് സിമെന്റ്, വാട്ടർ ആൻഡ് സാൻഡ് ആണ്. നെക്സ്റ്റ്. ഇനി ഇതിനൊരു രണ്ട് മേജറായിട്ട് തിരിക്കാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ആണ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് ലൈം, സാൻഡ് ആൻഡ് വാട്ടർ. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ ഫിനിഷിനാണ്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ 1 or 2 thin layers directly over solid masonry, brick or stone surface. ആൻഡ് ഇതിന്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ കളർ കാണും അതിന്. ആൻഡ് ഇറ്റ് വാസ് ടിപ്പിക്കലി ടെക്സ്ചർഡ് ഫോർ അപ്പിയറൻസ്. ആൻഡ് ട്രഡീഷണലി ആയിട്ടുള്ള അതിൽ ഇതൊരു സ്കൾപ്ചറൽ ആസ് വെൽ ആസ് ആർട്ടിസ്റ്റിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഏർലി സിവിലൈസേഷൻസ് ലൈക്ക് ഈജിപ്ഷ്യൻ, എട്രസ്കൻ, മെസപ്പൊട്ടോമിയ ഒക്കെയിൽ ഇതൊരു സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടും പല കൾച്ചേഴ്സിലും കണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇതിലും ഒരു സ്കൾപ്ചറൽ മെറ്റീരിയൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി മോഡേൺ സ്റ്റക്കോ ഫിനിഷ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിക് കോമ്പണൻസ് എന്ന് പറയുന്നത് പോർട്ട്ലാൻഡ് സിമെന്റ്, സാൻഡ് ആൻഡ് വാട്ടർ ആണ്. ഇതിൽ ലൈം ആഡ് ചെയ്യുന്നുണ്ട് ടു ഇൻക്രീസ് ഇറ്റ്സ് പെർമിയബിലിറ്റി ആൻഡ് വർക്കബിലിറ്റി. ആൻഡ് സംടൈംസ് അഡിറ്റീവ്സ് സച്ച് എസ് acrylics or glass fibers are added to improve the structural properties of stucco.
സോ ഇത് ഒരു എക്സ്റ്റീരിയർ സിമെന്റ് പ്ലാസ്റ്റർ കവറിംഗ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഓരോ ഫീച്ചേഴ്സ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ ക്വാളിറ്റീസ് കൂട്ടാൻ വേണ്ടി ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് അക്രിലിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുന്നത് ആസ് വൺ ബേസ് ലെയർ ആൻഡ് എ ഫിനിഷ് ലെയർ ആണ്. സോ ഇറ്റ് ഈസ് തിന്നർ ദാൻ ദ ട്രഡീഷണൽ സ്റ്റക്കോ ആൻഡ് ഫാസ്റ്റ് ടു അപ്ലൈ. ആൻഡ് 3-coat സ്റ്റക്കോ ആണ് ട്രഡീഷണൽ ആയിട്ടുള്ളത്. ഇത് 2-coat ഉള്ളൂ. ഇറ്റ്സ് ഈസിയർ ടു അപ്ലൈ. ആൻഡ് ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ടു റെസിസ്റ്റ് മൂവ്മെന്റ് ക്രാക്കിംഗ്. അതിന് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഓർ വയർലെസ് ലാത്ത് ആണ്. ആൻഡ് ദിസ് ഇസ് അറ്റാച്ച്ഡ് വിത്ത് നെയിൽസ് ഓർ സ്ക്രൂസ് ടു ദ സ്ട്രക്ചറൽ framings. And it is embedded in the base coat to provide stiffening to the stucco. ഇനി വരുന്നത് കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റക്കോ ഫിനിഷസ് ആണ്. ഏതൊക്കെയാണെന്നുള്ളത് കുറഞ്ഞ ഫിനിഷസ് ഉണ്ട് സ്റ്റക്കോ ഫിനിഷിൽ വരുമ്പോഴത്തേക്കും. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ചെണ്ണമാണ്. അത് ആദ്യത്തേന്ന് പറയുന്നത് കാറ്റ് ഫേസ് എന്നാണ്. ഇതിനെ കാലിഫോർണിയ ഫിനിഷ് എന്നും പറയും. സോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ബേസ് കോട്ട് ആൻഡ് അതുപോലെ തന്നെ ഫിനിഷ് കോട്ട് ഉള്ളപ്പോൾ ആദ്യം ബേസ് കോട്ട് അടിച്ച ശേഷം ഫിനിഷ് കോട്ട് അടിക്കുമ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പിക്ചർ ആണ്. അതിൽ കാണാം ഇടയ്ക്കിടെ ഒരു പാച്ച് പോലെ കാണുന്നത്. സോ ആ സെക്കൻഡ് സ്മൂത്ത് ലെയർ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഈ കാറ്റ് ഫേസസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അതാണ് കാറ്റ് ഫേസ് ഫിനിഷ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡാഷ് ഫിനിഷ്. ഇതെന്ന് പറയുന്നത് ദിസ് ഫിനിഷ് ഇസ് സ്പ്രേഡ് ഓൺ ആൻഡ് ക്യാൻ ബി ലൈറ്റ്, മീഡിയം ഓർ ഹെവി ഇൻ വോളിയം. ആൻഡ് ഇതിന് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലുക്ക്. സോ ഈ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ബൈ ഹാൻഡ് ഓർ സ്പ്രേഡ് യൂസിങ് എ സ്മോൾ ഹോപ്പർ ഗൺ. ആൻഡ് യൂഷ്വലി 3 coats are applied in order to achieve a uniform coat. Next slide. അടുത്ത വരുന്നതാണ് ലേസ് ഫിനിഷ്. ലേസ് എന്ന് പറയുന്നത് മോസ്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റക്കോ ടെക്സ്ചേഴ്സ് ആണ്. ഇതിൽ യൂസ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ വർക്ക്മെൻ സ്പ്രേ സ്റ്റക്കോ സിമെന്റ് ഓൺ ദ ബിൽഡിംഗ് സർഫസ് ആൻഡ് ദെൻ നോക്ക് ഇറ്റ് ഡൗൺ ബൈ സ്മൂത്തനിങ് ഇറ്റ് വിത്ത് എ ട്രവൽ. ബേസ് കോട്ട് അടിച്ച ശേഷം സ്മൂത്തനിങ് ആയിട്ടുള്ള കോട്ട് ഒരു ട്രവൽ വെച്ച് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഡീപ് ലേസി റിവലറ്റ്സ് ഉണ്ട്. ആ പിക്ചറിൽ കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു ടെക്സ്ചറാണ് അതിന് റിസൾട്ട് ചെയ്യുന്നത്. And this is used to cover up the building flaws. So it's also known as a forgiving texture. And next. ഇനി വരുന്നതാണ് സാൻഡ് ഓർ ഫ്ലോട്ട്. ഇതെന്ന് പറയുന്നത് വളരെ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് ട്രാവൽ ഡൗൺ ആൻഡ് ഫിനിഷ്ഡ് യൂസിങ് എ ഫ്ലോട്ട് ആൻഡ് ക്വിക്ക് സ്ട്രോക്സ്. ആൻഡ് ഇതിനെന്ന് പറയുന്നത് ഇറ്റ്സ് യൂഷ്വലി ട്രാവൽ ഡൗൺ ബട്ട് ക്യാൻ ബി സ്പ്രേഡ് ഓൺ ആൻഡ് ദെൻ ട്രാവൽ ഡൗൺ ടൈറ്റ്. And ഇത് applied in one coat, so it is one most easiest one to apply. Synthetic as well as acrylic ആയിട്ടുള്ള ഇതിൽ ഫിനിഷ് യൂസ് ചെയ്യാൻ പറ്റും. And a green float gives finish to its texture. And ഇതിന് fine, medium as well as coarse finishes available ആണ്. And relatively easy to patch if color matches up and edges are feathered nicely. അടുത്തെന്ന് പറയുന്നത് സ്മൂത്ത് ഓർ സ്ക്രേപ്ഡ് ആണ്. ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് പിക്ചർ ആണ് റൈറ്റ് സൈഡിലുള്ള. ഇറ്റ് ഈസ് എ പോപ്പുലർ ചോയ്സ് ഫോർ മോഡേൺ ഹോംസ്. സ്ക്രേപ്ഡ് സ്റ്റക്ക് ഓഫ് സർഫസസ് ഹാവ് ബീൻ സ്മൂത്ത് ഡൗൺ ബൈ എ ഹാൻഡ് യൂസിങ് എ ട്രവൽ. സോ ഒരു സ്മൂത്ത് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് ഇതിന് കൊടുക്കുന്നത്. ആൻഡ് സോ ഇറ്റ് മേക്സ് എ ഗ്രേറ്റ് ബേസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റെയിനിങ് യുവർ സൈഡ്. സ്റ്റെയിനിങ് ചെയ്യാൻ നേരത്തെ ഏറ്റവും നല്ലൊരു ബേസ് ആണിത്. ആൻഡ് ഇത് ഏത് സിന്തറ്റിക് ഓർ അക്രിലിക് ആയിട്ടുള്ള ഫിനിഷ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് പാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ക്രാക്ക് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി വേം എന്നുള്ള ടെക്സ്ചർ ആണ്. ആ ടെക്സ്ചറിന്റെ ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വേം കോളനിയുടെ പോലെ ഉള്ളൊരു ഫോർമേഷൻ ആണ് അതിൽ കാണാൻ പറ്റുന്നത്. അതിലുണ്ടാവുന്ന ആ റീസസിൽ കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് അച്ചീവ്ഡ് യൂസിങ് എ സ്പെഷ്യൽ അഗ്രിഗേറ്റ് മിക്സ്ചർ ദാറ്റ് ഈസ് ഹാൻഡ് ട്രാവൽഡ് ആൻഡ് റബ്ഡ് ഓൺ ദ സർഫസ് ഇൻ എ സർക്കുലർ മോഷൻ. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർക്കുലർ മോഷനിൽ ആ ട്രാവൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ടെക്സ്ചർ ഉണ്ടാവുന്നത്. And it looks similar to lace but with much smaller indents that resembles a worm colony. So ഇത് ഒരു യൂഷ്വലി എ സിന്തറ്റിക് സ്റ്റക്കോ ഫിനിഷ് ആയിട്ടാണ് ആൻഡ് യൂസസ് സ്പെഷ്യൽ മെറ്റീരിയൽസ് ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ടെക്സ്ചർ. ഇത് ഫൈൻ കോഴ്സ് ആസ് വെൽ ആസ് മീഡിയം പാറ്റേണിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് ഹാർഡ് ടു പാച്ച് ആൻഡ് ഹാർഡ് ടു അപ്ലൈ ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ എ സർക്കുലർ മോഷൻ ടു ഗെറ്റ് ദ ഡിസൈഡ് ഫിനിഷ് മോസ്റ്റ്ലി യൂസിങ് എ പ്ലാസ്റ്റിക് ട്രവൽ. നെക്സ്റ്റ്. അടുത്താണ് സാന്റ ബാർബറ. ഇതെന്ന് പറയുന്നത്
This is a modern favorite favorite features as a smooth, slightly textured surface that has a unique character and depth ആണ്. So അതിനൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് ആണ് കിട്ടുന്നത്. But it's a special material that uses much smaller sand particles to achieve the finish look. ആ ഫിനിഷ് ഫൈൻ ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി സ്മോളർ ആയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. And this is resembling to the old Adobe style homes and irregular in nature ആണ്. It can have slight variations due to the cement-based product, and which you can forecoat or paint later for a more uniform color. അടുത്തത് പറയുന്നത് കോം ഫിനിഷ് ആണ്. താഴെ കാണുന്ന രണ്ട് പിക്ചേഴ്സ് ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം അതിലുണ്ടാകുന്ന ഒരു ടെക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് അപ്ലൈ ചെയ്തതിനു ശേഷം ഇറ്റ് ഈസ് കോംഡ് ടു അച്ചീവ് ദാറ്റ് ടെക്സ്ചർ. സോ നാരോ റിഡ്ജസ് ദാറ്റ് സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ സർഫസ് ക്യാൻ ബി സീൻ ദാറ്റ് മേക്സ് ഇറ്റ് യുണീക്ക്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അല്ലാതെ തന്നെ സ്വേൾസ് ആൻഡ് ലൂപ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ സർ. Okay.